രണ്ട് രാജിയെക്കുറിച്ചാണ്. ഒരു രാജി കോൺഗ്രസിലാണ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. മറ്റൊരു രാജി സമസ്തയിലാണ്. സമസ്ത മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. സംഘടനയിൽ മുസ്ലിം ലീഗിന് വേണ്ടി വാദിക്കുകയും പരസ്യമായും സംഘടനക്കകത്ത് നിരന്തരം വാദിക്കുകയും മുസ്ലിം ലീഗ് നേതാവ് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള നാസർ ഫൈസി കൂടത്തൈയാണ് രാജിവെച്ചത്. ആദ്യം സമസ്തയിലെ രാജിയെക്കുറിച്ച് പറയാം. വാർത്ത ഇങ്ങനെയാണ്: സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയായ ജംഇയ്യത്തുൽ ഖുതുബ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹത്തിൻ്റെ രാജിക്കത്തും പുറത്തു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം തനിക്കെതിരെ വിമർശനം ഉയർത്തിയ സാഹചര്യത്തിലാണ് രാജി. ആരാണ് വിമർശനം ഉയർത്തുന്നത്? മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗമാണ്. ഇത് മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൽ വന്ന വാർത്ത. ബഹുമാനപ്പെട്ട ഉസ്താദ് കൊയ്യോട് ഉമ്മർ മുസല്ലാർ അവർക്ക് പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതുബ സംസ്ഥാന കമ്മിറ്റി. ജംഇയ്യത്തുൽ ഖുതുബ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്ക് കീഴിലുള്ള മഹല്ലുകളുടെയും പള്ളികളുടെയും ഭരണനിർവഹണം നോക്കുന്ന ഉയർന്ന സമിതിയാണ്. ആ സമിതിയിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ: സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതുബാന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ 2025 സെപ്റ്റംബർ 23 എനിക്കെതിരെ സംഘടനാ വിരുദ്ധത ആരോപിച്ചുകൊണ്ട് ചില അംഗങ്ങൾ കത്ത് നൽകിയിരിക്കുകയാണല്ലോ. അവർ കത്തിൽ ആരോപിച്ച എല്ലാ കാര്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായ മറുപടിയും വിശദീകരണവും നൽകാൻ എനിക്ക് അവസരം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും സമസ്തയുടെ നാളിതുവരെയുള്ള ആദർശ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂവെന്നും അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രവർത്തക സമിതിയിലെ പലരും ഞാൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിൽ വിയോജിപ്പ് അറിയിച്ചതിനാൽ തുടരാൻ ഞാനും ആഗ്രഹിക്കുന്നില്ലെന്നും പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതായും ഇതിനാൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജിയാണ്. ഇത് ആ സംഘടനയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, സമസ്തയ്ക്കകത്ത് നേരത്തെ തന്നെ രണ്ട് വിഭാഗമുണ്ട്. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർക്ക് വലിയ മേൽക്കൈ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ മുസ്ലിം ലീഗ് സമസ്തയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സമസ്ത വീണ്ടും മുസ്ലിം ലീഗിൻ്റെ കൈപ്പിടിയിൽ പൂർണ്ണമായും ഒതുങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു രാജി വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ്, സമസ്തയിലെ വക്താവാണ് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഒഴിയേണ്ടി വരുന്നു എന്ന് വെച്ചാൽ സമസ്തയ്ക്ക് അകത്ത് വീണ്ടും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള സംഘട്ടനം സജീവമാകുന്നു. ഇപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞ സ്ഥാനത്തിന് പുറമെ അദ്ദേഹം SYSന്റെ ഭാരവാഹി കൂടിയാണ്. ആ സ്ഥാനത്തും അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്നാണ് അറിയുന്നത്. വലിയ പ്രതിഷേധം SYSനകത്തും ഉയർന്നു വരും എന്ന വാർത്തകളും ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർക്ക് എതിരെ വലിയ ഒരു നീക്കം സമസ്തയ്ക്കകത്ത് നടക്കുന്നു. അത് എവിടം വരെ എത്തും എന്നത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും നേരത്തെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്നാണ് വീണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് രൂപം കൊള്ളുന്നത് എന്നർത്ഥം. മറ്റൊരു രാജി, നേരത്തെ പറഞ്ഞതുപോലെ DCC പ്രസിഡന്റാണ് രാജിവെക്കുന്നത്. കോൺഗ്രസിൻ്റെ വയനാട് DCC പ്രസിഡന്റ്. കോൺഗ്രസിൽ ഏറെക്കാലമായി വയനാട് ജില്ലയിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നു, മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. സാമ്പത്തിക അഴിമതി, ഗ്രൂപ്പിസം, ഇതൊക്കെ അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുകയാണ് വയനാട്ടിൽ. അവിടെയാണ് രാജിവെച്ചിരിക്കുന്നത് ND അപ്പച്ചൻ, DCC പ്രസിഡന്റ്. പല DCC പ്രസിഡന്റുമാരും രാജിവെക്കാൻ സന്നദ്ധരായി നിൽക്കുന്നു. കാരണം പുനഃസംഘടന വരും, മാറും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ തയ്യാറായി നിൽക്കുന്ന DCC പ്രസിഡന്റുമാരുണ്ട്. പുനഃസംഘടന നടക്കാത്തതുകൊണ്ട് അത് നടക്കില്ലേ എന്ന ഭയത്തിലാണ് അവർ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറായി നിൽക്കുകയാണ് പകുതിയിലേറെ വരുന്ന DCC പ്രസിഡന്റുമാർ. എന്ന് വെച്ചാൽ എത്ര ദുർബലമാണ് കോൺഗ്രസ് എന്നോർക്കണം. കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് UDFനകത്തെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ. ആ രണ്ട് കക്ഷികൾക്കകത്തും പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നു. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ അങ്ങേയറ്റമാണ്.
മെല്ലെ ഇതാ സമസ്തയിലും മുസ്ലിം ലീഗിനകത്തും പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നർത്ഥം. ഇത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെ ബാധിക്കുക? ഒരു സംശയവും വേണ്ട, ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയത്ത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്നത് UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടന പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോകുന്നു എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും വലിയ തിരിച്ചടി തന്നെയാണ്.